തൊഴിലാളികളുടെ പേര് പറഞ്ഞ് രാജിവെച്ചോ പുറത്തു പോകൂ, രാജിവെച്ച് പുറത്തു പോകൂ. രക്തസാക്ഷി ഫണ്ട് വിരിച്ച് പ്രസ്ഥാനത്തെ വഞ്ചിച്ച കള്ളന്മാർക്ക് ശിങ്കിടി വേണം. നാണമില്ലേ CPM, കള്ളന്മാർക്ക് ശിങ്കിടി പാടാൻ. നാണമില്ലേ CPM. ആശയസമരം തോറ്റപ്പോൾ ആയുധമേന്തോ മാർക്സിസ്റ്റ്. ആശയസമരം തോറ്റപ്പോൾ ആയുധമേന്തോ മാർക്സിസ്റ്റ്. സത്യം ജനങ്ങൾ അറിയുമ്പോൾ ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് പാർട്ടിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആണ്. അവരെയും ഞാൻ ഈ പ്രതിഷേധ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഇവിടെ എത്തിച്ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ കെ രഞ്ജിത്ത് അവരെയും ഞാൻ ഈ പ്രതിഷേധ മാർച്ചിൽ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂർ ജില്ലാ നോർത്ത് വൈസ് പ്രസിഡന്റ് ഗംഗാരാധൻ, ഗംഗാരാധൻ, കോഴിക്കോട് മേഖലാ സെക്രട്ടറി ആദരണീയ ബാലകൃഷ്ണൻ, സംസ്ഥാന സമിതി അംഗം സി നാരായണൻ, രവി സനൻജി, ഇവരെല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് KK വിനോദ് കുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് പി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ AP ഗംഗാധരൻ, PC മനോജ്, അജികുമാർ ദേവി, കോഴിക്കോട് മേഖലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മലങ്കേരി, പാർട്ടിയുടെ മണ്ഡല പ്രസിഡന്റ് ധനേഷ് ഗനിയാൻകുമാർ, ജനറൽ സെക്രട്ടറിമാരായ നന്ദകുമാർ, രവീന്ദ്രൻ, സനൽകുമാർ, ശ്രീ നാരായണൻ,
തുടങ്ങി നേതാക്കളെ, പ്രിയമുള്ള പ്രവർത്തകരെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി പയ്യന്നൂർ MLA TA മൻസൂറിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനിടയായ കാരണത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് നടത്തുന്നു, പാർട്ടിയുടെ കെട്ടിട നിർമ്മാണ ഫണ്ട് വെട്ടിപ്പ് നടത്തുന്നു, പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി ഇടപാട് വെട്ടിപ്പ് നടത്തുന്നു. ഇതൊക്കെ CPM-ന്റെ ഒരു നേതാവ് എന്നുള്ള നിലയിലായിരുന്നു, അല്ലെങ്കിൽ അത് സംബന്ധമായി പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിയാണ് ചെയ്തതെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ വലിയ പരാതിയൊന്നും ഉന്നയിക്കുന്നില്ല. കാരണം CPM-ന്റെ ജന്മസ്വഭാവം തന്നെ അങ്ങനെയാണ്. പിരിക്കുക, മുക്കുക, കക്കുക, നക്കുക. ഇത് CPM-ന്റെ ചില നേതാക്കന്മാരുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വൻ അഴിമതികൾ, ആ അഴിമതി എന്ന് പറഞ്ഞാൽ 1000 രൂപയുടെയോ 2000 രൂപയുടെയോ 10000 രൂപയുടെയോ അല്ല, ലക്ഷങ്ങളാണ്. പാർട്ടിയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് വേണ്ടി സഹകരണ ജീവനക്കാർ കൊടുത്ത 70 ലക്ഷം കാണുന്നില്ല പോലും. രക്തസാക്ഷി ഫണ്ട് 1 കോടിയിലധികം പിരിച്ചു, വീടുണ്ടാക്കി കൊടുക്കാൻ 18 ലക്ഷം, പക്ഷെ കരാറിന് കൊടുത്തത് 34.5 ലക്ഷം. അതില് നേതാക്കന്മാർ മറ്റാളുകൾ ചോദ്യം ചോദിച്ചപ്പോ പറഞ്ഞത് 8 ലക്ഷം രൂപ BJP-കാരനായ വിനോദ് കുമാറിനെ കൊലപ്പെടുത്തിയത് അതിനെ വകമാറ്റിയെന്നാണ്. പക്ഷെ അതിനുമേലിൽ 1 കോടി രൂപ വേറെയും പിരിച്ചില്ല. അതായത് രക്തസാക്ഷികൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് BJP-കാരെ കൊല്ലാൻ പോയി കഴിഞ്ഞാൽ ആ കൊലയാളികൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുക. ഇതൊരു വല്ലാത്ത പാർട്ടിയാണ്. ഇതാണ് മാർക്സിയൻ പ്രത്യയശാസ്ത്രം. കൊലയാളികൾക്ക് വേണ്ടി ഒരു ഭാഗത്ത് ഫണ്ട് പിരിക്കുന്നു, രക്തസാക്ഷികൾക്ക് വേണ്ടി മറ്റൊരു ഭാഗത്ത് ഫണ്ട് പിരിക്കുന്നു. ഇങ്ങനെ പിരിക്കുന്ന ഫണ്ടുകളെല്ലാം മുക്കുന്നു, തപ്പുന്നു. ഇത് ഒരു MLA-ക്ക് നേരെ ഉയർന്ന ആരോപണമാണ് എന്നുള്ളത് കൊണ്ടാണ് BJP ഇത്തരം ഒരു പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഒരു MLA എന്ന് പറയുമ്പോൾ ആ ഒരു നിയോജക മണ്ഡലത്തിലെ ലക്ഷക്കണക്കിന് ആളുകളെ നിയമസഭയിൽ പ്രതിദാനം ചെയ്യുന്ന ആളാണ്, നിയമസഭക്കകത്തും പുറത്തും പ്രതിദാനം ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഒരു ജനപ്രതിനിധി, ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കട്ടുമുടിക്കുന്ന ഒരു ജനപ്രതിനിധി, ഒരു MLA. അത് മാത്രമല്ല, BJP-കാരെ കൊലപ്പെടുത്തുന്നതിലും ഇവിടെ പല അക്രമങ്ങൾ നടത്തുന്നതിലും ഒരു കൊട്ടേഷൻ സംഘത്തെ തന്നെ നയിക്കുന്ന ഒരു ജനപ്രതിനിധി. ഇത്തരമൊരു ജനപ്രതിനിധി നമുക്ക് നാടിന് ആവശ്യമുണ്ട്. നാടിനെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്ന, അരാജകത്വം ഉണ്ടാക്കുന്ന ഒരു വലിയ ടീമിനെ സൃഷ്ടിച്ചുകൊണ്ട് തന്റെ ഇംഗിതത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി, ഒരു താവളമായ ഒരു പാർട്ടിയെ മാറ്റുന്നു. അതൊരു MLA തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച വിഷയം. അതുകൊണ്ട് ഇത്തരം ഒരു പ്രശ്നത്തെ നാം ലാഘവത്തോടുകൂടി കാണുന്നതല്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ട് ഒക്കെ വെട്ടിപ്പ് നടത്തിയത് നിങ്ങളുടെ സ്വഭാവം. അങ്ങനെ കേരളത്തിലും കണ്ണൂർ ജില്ലയിലും പല സ്ഥലങ്ങളിൽ നിങ്ങൾ അങ്ങനെ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. പാർട്ടി നിർമ്മാണ ഫണ്ടിലേക്ക് ഒക്കെ പറഞ്ഞൊന്നും നിങ്ങൾ നിരവധി കോടികൾ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇത്തരം വെട്ടിപ്പുകളൊക്കെ ഒരു MLA-യുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതാരാണ്? CPM-ന്റെ നേതാവായിട്ടുള്ള വിജയകൃഷ്ണനാണ്. അദ്ദേഹം ഒന്നിച്ച് കിടക്കുന്നതല്ലേ രാപ്പനിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെയുള്ള എല്ലാ അനുകൂലത്തും, എല്ലാ അഭ്യന്തരവും, എല്ലാ നക്കലും, എല്ലാ മുക്കലും നന്നായി അറിയുന്ന ആളാണല്ലോ കുഞ്ഞികൃഷ്ണൻ. അങ്ങനെയുള്ള ഒരാളാണ് ഈ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഒരു മറുപടി പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തരം വലിയ ഗുരുതരമായ ആരോപണം അവർക്ക് നേരെ നിലനിൽക്കുമ്പോൾ അതിന് മറുപടി പറയാൻ പോലും CPM-ന്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. കുഞ്ഞികൃഷ്ണൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് കണ്ടറിയാം. കാരണം തങ്ങളുടെ പാർട്ടിക്കാർക്ക് നേരെ തങ്ങളുടെ പാർട്ടിക്കാർ തന്നെ വെല്ലുവിളി ഉയർത്തിയാൽ അവനെ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ കാലങ്ങളിൽ തുറന്നു വന്നിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത്തരം ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് അടിസ്ഥാനപരമായ ആരോപണം, വസ്തുതാപരമായ ആരോപണം. ഇത്തരം വസ്തുതാപരമായ ആരോപണം ഉന്നയിച്ചിരിക്കും. ഈ ആരോപണം നാം ലാഘവത്തോട് കാണുന്നതല്ല. ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും
പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു? ഒരു MLA-ക്ക് നേരെ ഇത്തരം ആരോപണം ഉന്നയിക്കുമ്പോൾ BJP-യുടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. ആ പ്രതിഷേധ പ്രകടനത്തെ ആക്രമിക്കാനാണ് മാർക്സിസ്റ്റുകാർ വന്നിട്ടുള്ളത്. അക്രമത്തെ നമുക്ക് തിരിച്ചങ്ങോട്ട് ചെയ്യാനുള്ള പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിച്ചതല്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പ്രതിഷേധിക്കുന്നവരെ അവർക്ക് നേരെ അക്രമം നടത്തുക എന്നുള്ളത് ഇത് പയ്യന്നൂരിലെ CPM നേതാക്കന്മാർ ചെയ്യുമ്പോൾ അതിനെ നാം ഒരു ഗുരുതരമായ ഒരു ക്രമപ്രശ്നമായി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് MLA കോടിക്കണക്കിന് രൂപ കട്ടുപിടിക്കുമ്പോ വെക്കട രക്തസാക്ഷിയുടെ ഫണ്ട്, വെക്കട പാവങ്ങളുടെ പണം എന്ന് മേശപ്പുറത്ത് വെക്കട എന്ന് പറയാൻ ആർജവമുള്ള സഖാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടാവണം. ഉണ്ടാകുന്നില്ലെങ്കിൽ അത് മറ്റുള്ളവർ കിട്ടാനല്ല. അതുകൊണ്ട് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഞാൻ ചിന്തിക്കേണ്ട. ധനരാജ് മധുസൂദൻ MLA-യും തമ്മിലുള്ള ചില ബന്ധങ്ങൾ തകരാറുന്ന പല കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം മാത്രം ഞാൻ ഇവിടെ പറയും. VPP മുസ്തഫ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹത്തെ ഉപയോഗിച്ചതാണ് കേട്ടത്. ധനരാജിനെയും ധനരാജിന്റെ ടീമിനെയും ധനരാജിന്റെ വാഹനത്തെയും VPP മുസ്തഫ അദ്ദേഹത്തിന്റെ നാട്ടിൽ മുസ്ലിം ലീഗുകാരെ ആക്രമിക്കാൻ അവരുടെ സ്ഥാപനങ്ങൾ തകർക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് കേട്ടത്. ആളും മധുസൂദനും തമ്മിൽ ചില ബന്ധങ്ങൾ തകരാൻ കാരണമായിട്ടുണ്ട് എന്ന് ഉള്ളൊരു വസ്തുത. ഞാൻ ഇത്രയേ സഖാക്കന്മാരോട് ചോദിക്കുന്നുള്ളൂ. CPM-ന്റെ നേതാക്കന്മാർ, സഖാക്കന്മാർ, CPM-ന്റെ നേതാക്കന്മാർ ഒരു കാര്യം ചോദിക്കും. ഞങ്ങൾ BJP നിരവധി ചോദ്യങ്ങൾ അവരോട് ചോദിച്ചിട്ടുണ്ട്. ഒന്നിനു പോലും മറുപടി പറ്റുന്നത് ഒരു ചോദ്യമാണ്. ധനരാജ് കൊല്ലപ്പെടുമ്പോ അദ്ദേഹത്തിന് CPM അംഗത്വം ഉണ്ടായിരുന്നോ എന്ന് മാത്രം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. ഏതായാലും പ്രിയമുള്ളവരെ, ഒരു MLA-ക്ക് നേരെ ഉയർന്നിരിക്കുന്ന ഇത്തരം ഗുരുതരമായ ആരോപണം, ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നേരെ കേസെടുക്കണം, വിജിലൻസ് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു MLA നയിക്കുന്ന കൊട്ടേഷൻ സംഘം അത് ജനാധിപത്യത്തിനും നമ്മുടെ സമാധാന ജീവിതത്തിനും ഭീഷണിയാണ് എന്നുള്ള കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് BJP MLA-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. ഈ മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ഭാരതീയ ജനതാ പാർട്ടി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനോദ് മാസ്റ്റർ, BJP-യുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രഞ്ജിത്ത്, ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ ഗംഗാധരേട്ടൻ, ശ്രീ മനോജ്, ശ്രീ അജികുമാർ, അതുപോലെ തന്നെ കോഴിക്കോട് മേഖലയുടെ ചുമതലയുള്ള ശ്രീ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ ധനേഷ്, ശ്രീ നന്ദകുമാർ, രവീന്ദ്രൻ, സനൽ, രമ, സനൽ തുടങ്ങി ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകർക്കും നാട്ടിലെ ജനങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും എല്ലാവർക്കും സാദരം നമസ്കാരം. ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ വെച്ച് കഴിഞ്ഞ ദിവസം CPM-ന്റെ ഒരു നേതാവിന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു. BJP-യുടെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോ ആ മാർച്ച് നടത്തിയതിനിടയിലേക്ക് കയറി ഞങ്ങളെ ഉപദ്രവിച്ച് ആക്രമിച്ച് ഞങ്ങളെ എതിർക്കാൻ ശ്രമിച്ച ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്നത്തെ അക്രമം ഒരു വാണമാണ്. ശരിയായ അക്രമം ഈ മധുസൂദനെതിരായിട്ട് നിലപാടെടുത്താൽ സകല എണ്ണത്തിനെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന DYFഐയുടെ നേതാവ് പറഞ്ഞത്. എന്റെ പൊന്നു DYFഐ, CPM നേതാക്കളെ, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വാണം വേണ്ടി വരും, അല്ലാതെ നാട്ടിലിറങ്ങിയിട്ട് നിങ്ങൾക്ക് BJP ഭാരതീയ ജനതാ പാർട്ടി തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. നിങ്ങൾ അങ്ങ് പ്രേരിപ്പിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ വെല്ലുവിളിച്ച സ്ഥലത്ത് നിന്നാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ രക്തസാക്ഷി ഞങ്ങൾ എടുത്തു, നിങ്ങൾക്ക് എന്താ BJP-കാരേതാ? MV ഗോവിന്ദൻ എടുത്താൽ ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. ഈ ജയരാജൻ എടുത്താലും ജയരാജന്മാർ മൊത്തം എടുത്താലും ഞങ്ങൾ സമരം ചെയ്യാൻ വരില്ല. കാരണം അവരൊക്കെ ഇഷ്ടംമാരി എടുക്കുന്നുണ്ട്, ഞങ്ങൾ ആരും സമരം ചെയ്യുന്നില്ല.
പക്ഷെ ഇവിടെ സമരം ചെയ്തവർ MLA-യുടെ പേരിൽ ഗുരുതരമായ ആരോപണമുണ്ടായതുകൊണ്ടാണ്. കോൺഗ്രസിലെ ഒരു പ്രവർത്തകയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിലാണല്ലോ DYF-ക്കാര് നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരായിട്ട് രംഗത്ത് വന്നത്. അപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ സമരം ചെയ്തതിന് അതുപോലെ തന്നെയാണ് ഒരു MLA സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഒരു MLA ഫണ്ട് മോഷ്ടിച്ച് സ്വന്തം സഖാക്കന്മാർക്ക് വിതരണം ചെയ്തും ഗുണ്ടകളെ പരിപോഷിപ്പിക്കാനും ഒരു പാവം ഒരു രക്തസാക്ഷിയുടെ കുടുംബത്ത് കൊടുക്കേണ്ട ഫണ്ട് ആ ഫണ്ട് മോഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഈ മധുസൂദനൻ ശരിയായ സമന്വീതിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയേണ്ടി വരും. ഈ സമന്വീതി രാഷ്ട്രീയമാണ് ഇന്നത്തെ CPM-ന്റെ രാഷ്ട്രീയം. ഇവർ സഖാക്കന്മാരെ രക്തസാക്ഷികളാക്കുന്നു, ഇവര് ആ രക്തസാക്ഷിയിൽ നിന്നും ഫണ്ട് ഉണ്ടാക്കുന്നു, ആ ഫണ്ട് കൊള്ളയടിക്കുന്നു. ഇതാണ് അവരുടെ സമീപനം. അതുകൊണ്ട് ഞങ്ങളുടെ ഫണ്ട്, ഞങ്ങളുടെ സഖാവ്, ഞങ്ങൾ കൊള്ള ചെയ്തെന്ന് പറഞ്ഞാൽ ഈ MLA-ക്ക് അതിനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, സ്വന്തം സഖാക്കന്മാർ തന്നെ കൃത്യമായി ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണം നിഷേധിച്ചിട്ടില്ല. KK രാഗേഷ് ഇന്നലെ പറഞ്ഞത് 2002 ഞങ്ങൾ ഒത്തുതീർപ്പാക്കിയതെന്നാണ്. ഫണ്ട് മോഷ്ടിച്ചിട്ടില്ല, ഫണ്ട് തട്ടിപ്പെടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. റെസിപ്റ്റ് ബുക്കിൽ എഴുതിപ്പോയത് തെറ്റാണ്, അതുകൊണ്ട് ഓഫീസ് സെക്രട്ടറിക്കെതിരായിട്ടാണ് ഞങ്ങൾ നടപടിയെടുത്തത് എന്നാണ് രാഗേഷ് പറഞ്ഞത്. അതിന്റെ അർത്ഥമെന്താ? അതിന്റെ അർത്ഥം ഈ രക്തസാക്ഷിയുടെ ധനരാജ് എന്ന് പറഞ്ഞ സഖാവിന്റെ ആ ഫണ്ട്, സഖാവ് രക്തസാക്ഷി ഫണ്ട് ഇവര് മോഷ്ടിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. തൊഴിലാളി വർഗ സർവാധിപത്യമാണ് കമ്മ്യൂണിസവും മാർക്സിസവും. പക്ഷെ ഇവിടെ തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് പകരം തൊഴിലാളി വർഗത്തെ മറന്ന് പാർട്ടി വർഗ സർവാധിപത്യമായി മാറിയിരിക്കുകയാണ്. ആരാ പാർട്ടി? പാർട്ടി എന്ന് പറഞ്ഞ ഈ മധുസൂദനനെ പോലെയുള്ള തെമ്മാടികളാണ് ഇന്നത്തെ CPM എന്ന് പറയുന്ന പാർട്ടി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുകയാണ്, MV ഗോവിന്ദൻ മാഷും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധൈര്യമുണ്ടോ രക്തസാക്ഷി ഫണ്ടുകൾ, CPM-ന്റെ രക്തസാക്ഷി ഫണ്ടുകളെ കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഭാരതീയ ജനതാ പാർട്ടി വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ധൈര്യമുണ്ടോ? കാരണം ഒരു സഖാവുതയാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. രക്തസാക്ഷിയുടെ ഫണ്ട് ശവന്തേരി മധുസൂദനൻ അടിച്ചു മാറ്റിയത് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. നിങ്ങൾ BJP-ക്കാരല്ല പറഞ്ഞത്, കോൺഗ്രസ് അല്ല പറഞ്ഞത്, അത് പറഞ്ഞത് ഒരു രക്തസാക്ഷിയാണ്. ആ രക്തസാക്ഷിയുടെ ഫണ്ട് പറഞ്ഞത് ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറാ കുഞ്ഞകൃഷ്ണൻ. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ഇയാൾ ഒറ്റുകാരനാണ്. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, സത്യം പറഞ്ഞവനെ ഒറ്റുകാരൻ എന്നാണോ CPM വിളിക്കുന്നത് എന്നാണ് BJP-ക്ക് ചോദിക്കുവാനുള്ളത്. ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്ന് ഈ കണ്ടകാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അവനെ ഒറ്റുകാരനായി ചിത്രീകരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, ഇന്നലെ കഴിഞ്ഞ ദിവസം കുഞ്ഞികൃഷ്ണന്റെ വീടിന്റെ മുമ്പിൽ പടക്കം പൊട്ടിച്ചു. പടക്കം പൊട്ടിച്ചാൽ പേടിച്ചു പോകുന്ന ആളാണോ കുഞ്ഞികൃഷ്ണൻ എന്നെനിക്കറിയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ വീടിന് മുമ്പിൽ പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞപ്പോൾ പ്രകടനത്തിൽ പങ്കെടുത്ത ഒരാളുടെ ബൈക്ക് കത്തിച്ചു. എന്ത് മര്യാദകളാണോ ഈ നടക്കുന്നത്? നിഷാദ് എന്ന് പറയുന്ന DYF-യുടെ നേതാവ് 20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട, പോലീസുകാരെ ആക്രമിച്ച് 20 കൊല്ലം ശിക്ഷിക്കപ്പെട്ട ആ നിഷാദിനെ കൊണ്ടുവന്ന് അത് പരോളിൽ വന്ന് കോടതിയുടെ നിയമപ്രകാരം പരോളിൽ വന്ന ആളുകൾ ഒരു കാരണവശാലും പരോൾ വിട്ട് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ വിട്ട് വെളിയിൽ പോകാൻ പാടില്ല, പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ഭാരതീയ ജനതാ പാർട്ടി പറയുന്ന ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് നിഷാദിനെതിരെ കേസെടുക്കണം. നിഷാദ് കുഞ്ഞികൃഷ്ണനെതിരായിട്ടുള്ള പ്രകടനത്തിൽ പങ്കെടുത്തു, അത് നിയമവിരുദ്ധമാണ്.
കേരള ആഭ്യന്തരമന്ത്രിക്ക് നിഷാദിനെതിരെ കേസെടുക്കാൻ തയ്യാറുണ്ടോ? ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്ന ചോദ്യം ഇതാണ്. എന്തും ചെയ്യാം, ഇത് എന്തും ചെയ്യാം, ഇത് കണ്ണൂരാണ്, എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ആരും ചോദിക്കില്ല. ഇത് പയ്യന്നൂരാണ്. ഇവിടെ വെച്ച ബോർഡിന്റെ ലക്ഷണം കണ്ടാൽ മറ്റൊരു ടി.പി. ചന്ദ്രശേഖരനായി വി. കുഞ്ഞികൃഷ്ണൻ മാറാനിടയുണ്ട് എന്ന് ഞാൻ ന്യായമായും സംശയിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു കാര്യം പറയുന്നു, ഒരു കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണ് വി. കുഞ്ഞികൃഷ്ണൻ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സത്യം തുറന്നു പറഞ്ഞത്. ഇങ്ങനെ ധാരാളം കൊള്ളാവുന്ന കമ്മ്യൂണിസ്റ്റുകാര് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണനെ സ്വീകരിക്കാൻ അവർ പോയത്, കുഞ്ഞികൃഷ്ണന് അനുകൂലമായി നിലപാടവരെടുത്തത്. അവരെയൊക്കെ എസ്കത്തി കാണിച്ച് പേടിപ്പിച്ച് ടി.പി. ചന്ദ്രശേഖരനാക്കാൻ ശ്രമം നടത്തുകയാണെങ്കിൽ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ളവരെ സംരക്ഷിക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടി രംഗത്ത് വരുമെന്ന് പരസ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുഞ്ഞികൃഷ്ണന് CPM-ൽ രക്ഷയില്ല, കോൺഗ്രസിന് പോയിട്ട് ഒരു കാര്യവുമില്ല. കോൺഗ്രസ് എന്ന് പറയുന്നത് ആകെ എന്താ പറയാ, നടക്കാനും ഇരിക്കാനും കേൾക്കാനും പറയാനും ഓർമ്മിക്കാനും കഴിവില്ലാത്ത സുധാകരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ പാർട്ടിയിൽ. അതുകൊണ്ട് ഇന്നലെ സുധാകരന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇതെന്തും പരിപാടിയാ, ഇതെന്തും മര്യാദയാ? സുധാകരന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിന് ജീവിതത്തിൽ ഇന്നുവരെ CPM-ന് മാത്രം വോട്ട് ചെയ്ത റംഷാദ് എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞാനിത് അയാളെ ഫേസ്ബുക്കിൽ കണ്ടു. അയാളെ തെറിയോട് തെറിയ, അയാൾ അവസാനം അയാൾ BJP-ക്കാരെ വിളിച്ചിരിക്കുക, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞ റംഷാദ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആകെ കോൺഗ്രസുകാരുടെ കൂടെ നിന്ന് സുധാകരന്റെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുത്തു. ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നടന്ന പരിപാടിയിൽ ഇവർക്ക് എന്തും ചെയ്യാം, ഇവരോട് ആരും ചോദിക്കില്ല, ഇവർക്ക് എന്തു വേണേലും ചെയ്യാം, അങ്ങനെ എന്തു വേണേലും ചെയ്യാം എന്നൊരു സമീപനമാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ണപുരത്ത് ശ്യാമപ്രസാദിനെ ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്. ശ്യാമപ്രസാദിന്റെ ബന്ധം ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾ കൊന്ന ശ്യാമപ്രസാദ് എന്ന് പറഞ്ഞ ആ യുവാവിന്റെ മരണം, അതിന് ആ കൊലപാതകം, അതിന് ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വെക്കണം. സംസ്ഥാന ഗവൺമെന്റ് നിരസിച്ചു. ശ്യാമപ്രസാദിന്റെ അമ്മ ഷൈമ ഹൈക്കോടതിയിൽ പോയി ഓർഡർ മേടിച്ചു. പക്ഷെ ഹൈക്കോടതി ഓർഡർ മേടിച്ചിട്ടും അത് കൊടുക്കാനും വയ്ക്കാനും ഇതുവരെ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. അതേസമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്നാലെ, ഇസ്ലാമിസ്റ്റുകളുടെ പിന്നാലെ അവർക്ക് ഓശാരമാടുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് അധികകാലം ആയുസില്ല. എങ്ങനെയാണെന്ന് മധുസൂദനൻ കക്കാതിരിക്കുക? മോമ്പായൻ തന്നെ പറഞ്ഞു പോയില്ലേ, കക്കന് കള്ളൻ. ഇന്ത്യയിലുള്ള ഇന്റർനാഷണൽ കള്ളനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയേണ്ടി വരും എന്നുള്ളതിൽ ഓരോ സംശയമില്ല. കള്ളന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്റർനാഷണൽ കള്ളന്മാര് ആദ്യമായിട്ടാണ്. കേരള മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും ഉദ്യോഗസ്ഥന്മാരും ഇപ്പൊ ശബരിമലയിൽ കയറി അവിടെ കെട്ടു. ഇന്ന് പ്രശാന്ത് 2025 സെപ്റ്റംബർ 7-ാം തീയതി പ്രശാന്ത് എന്തിനാണോ കട്ടിള ഉരുപ്പടികൾ ശബരിമലയ്ക്ക് വെളിയിൽ കൊണ്ടുപോയത് ഉത്തരവില്ല, ഒരു ഉത്തരവുമില്ല. പത്മകുമാർ സഖാവ് ജയിലില്, വാസു സഖാവ് ജയിലില്, സഖാക്കന്മാർ കൂട്ടത്തോടെ ജയിലില്. അപ്പോ തന്ത്രിയെ പിടിച്ച് മന്ത്രിയെ രക്ഷിക്കാനാണ് നോക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു, നിങ്ങൾ എത്ര രക്ഷിച്ചാലും ശരി, മന്ത്രിയും ഇരുമ്പഴിക്കുള്ളിലാകുമെന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. കടകംപള്ളിയെ രക്ഷിക്കാനാ പിണറായി നോക്കുന്നത്. കാരണം കടകംപള്ളി വിട്ടാൽ പിണറായി വിടും. അപ്പൊ പിണറായി വിടാതിരിക്കാൻ കടകംപള്ളിയെ രക്ഷിക്കുക. അപ്പൊ SIT കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ, പിണറായി കടകംപള്ളിയെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോ, കട്ട മുതല് അത് ആർക്കൊക്കെ ഭാഗം വെച്ചു എന്ന് അന്വേഷണം മുന്നോട്ട് നീങ്ങുമ്പോ ഇവരൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ശബരിമലയിലെ തട്ടിപ്പ്, ശബരിമലയിലെ വെട്ടിപ്പ്, സഖാക്കന്മാരുടെ വെട്ടിപ്പ്. ആരാണ് സ്വർണം കട്ടത്? സഖാക്കന്മാരാണ്. അയ്യപ്പ, അത് സഖാക്കന്മാരെന്നുള്ളത് മാറ്റണം. ആരാണ് സ്വർണം കെട്ടത്? അയ്യപ്പ. മന്ത്രിയും പിണറായിയും
മറ്റേ സകല ആളുകളും ചേർന്നാണ് സ്വർണം കട്ടത്. വെറും സഖാക്കന്മാരെ പറയല്ലേ, മന്ത്രി സഖാവാണ് സ്വർണം കട്ടത് എന്ന് തിരുത്തി പറയേണ്ട സമയമായിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മധുസൂദനൻ നടത്തിയ ഈ രക്തസാക്ഷി തട്ടിപ്പുണ്ടല്ലോ, ആ തട്ടിപ്പ് ഇവിടെ മാത്രമല്ല, മൊത്തത്തിൽ തട്ടിപ്പാണ്. മൊത്തത്തിൽ തട്ടിപ്പ് നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അത് ജനങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഇവന്മാരെ മുഴുവൻ അടിച്ചു പുറത്താക്കിയത്. RSS നിരോധിത മേഖല എവിടെയാ? ചിറ്റാരിപ്പറമ്പ്, കണ്ണൂരാണിത്. കണ്ണൂർ RSS നിരോധിത മേഖല. പക്ഷെ തെരഞ്ഞെടുപ്പില് ആ നിരോധിത മേഖലയിൽ ജയിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒരു സീറ്റേ ഉള്ളൂ, മതി. ഇതിനേക്കാൾ വലിയ നിരോധിത മേഖല പ്രഖ്യാപിച്ച ബംഗാളില് സഖാക്കന്മാരിപ്പം പൊറോട്ട അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ MA ബേബി ഉണ്ടല്ലോ, എല്ലാ വീട്ടിലും പോകുമ്പോൾ പാത്രം കഴുകുക. എനിക്ക് തോന്നുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു റിഹേഴ്സലാണ് MA ബേബിയുടെ പാത്രം കഴുകല് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ പിണറായിയും ഈ MA ബേബിയും എല്ലാം ചേർന്ന് സഖാക്കന്മാരുടെ വീടുകളിൽ പോയി പാത്രം കഴുകി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോകുകയാണ്. നിങ്ങൾ വിചാരിച്ചാലൊന്നും ഞങ്ങളെ തടയാൻ പറ്റില്ല മക്കളെ. സഖാക്കന്മാരുടെ വിചാരം, ഈ പിണറായിയുടെ കൂട്ടരെയൊക്കെ വിചാരം, ജയരാജന്റെ ഒക്കെ വിചാരം BJP ഒക്കെ തടയാനാ. BJP തടയാൻ നിങ്ങൾ വിചാരിച്ചാൽ നടക്കില്ല. നിങ്ങളൊക്കെ വലിയ തമ്പുരാന്മാർ 35 വർഷം ഭരിച്ച ബംഗാളില് ഇന്ന് BJP അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ഭരിച്ച ത്രിപുരയില് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കേരളം നിങ്ങളുടെ കയ്യിലെ കള്ളന്മാരുടെ കയ്യിലാണെങ്കിൽ നാളത്തെ കേരളം BJP, ഈ കേരളത്തെ സംരക്ഷിക്കുന്ന പോലീസ് BJPയുടെ കൺട്രോളിലായിരിക്കും, കയ്യിലായിരിക്കും. നിയമം നടപ്പാക്കുന്ന, നീതി നടപ്പാക്കുന്ന, ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന, ഫണ്ട് കക്കാത്ത, അഴിമതിയില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ അധികാരത്തിൽ വരാൻ പോകുന്നത്. ഞങ്ങളെ ഇല്ലാതാക്കുക, BJP ഇല്ലാതാക്കുക. അതിന് ഇടതും വലുതും ഒരുമിച്ച് ചേരുക. ഞാൻ ഇടതിനെ കുറിച്ച് പറയുമ്പോൾ വലതിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. VD സതീശൻ എന്നാ പറയുന്നത് BJP തോപ്പിക്കണം. അതിനെന്താ ചെയ്യാ? പാകിസ്ഥാനുമായി സഖ്യം ചേരാം. പാകിസ്ഥാനുമായി സഖ്യം ചേരുന്നതിന്റെ ഭാഗമായിട്ടല്ലേ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യം ചേരുന്നത്? മതരാജ്യമുണ്ടാക്കാൻ വേണ്ടിയാണ്, മതരാജ്യമുണ്ടാക്കാൻ വേണ്ടിയാണ് VD സതീശൻ ശ്രമിക്കുന്നത്. ഞങ്ങൾക്ക് മതമാണ്, മതമാണ്, മതമാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണല്ലോ ലീഗ്. ആ ലീഗിന് വെള്ളപൂശി മതേതരത്വമാക്കുക. ഇന്ത്യയുടെ ഭരണഘടന ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ച, ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്കില്ല എന്ന് പ്രഖ്യാപിച്ച ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ പിടിക്കുക. കോൺഗ്രസ് മതരാജ്യം സൃഷ്ടിക്കുമ്പോ മാർക്സിസ്റ്റ് പാർട്ടി കളവും കൊള്ളയും കക്കലും നടത്തി ഈ കേരളത്തെ ചൂഷണം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനെതിരായി ഈ രണ്ട് മുന്നണികൾക്കുമെതിരായി അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി 10 വർഷം സ്വന്തം ചിഹ്നത്തിൽ നിന്ന് ജയിച്ച് സ്വന്തം ചിഹ്നത്തിൽ ഭൂരിപക്ഷം നേടിയ അധികാരത്തിൽ 10 വർഷം ഭരിക്കുന്നുണ്ടെങ്കിൽ ആ പ്രധാനമന്ത്രിയുടെ പേരാണ് നരേന്ദ്രമോദി എന്ന് അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ നരേന്ദ്രമോദിയുടെ പാർട്ടിയാണ് BJP. അതുകൊണ്ട് കൊള്ളയ്ക്കും ഈ കക്കലിനുമെതിരായിട്ട്, മതരാജ്യത്തിനെതിരായിട്ട് ഈ മധുസൂദനനെ പോലെയുള്ള ശവന്തീനികളെ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ ശവന്തീനിയായ മധുസൂദനൻ രാജിവെക്കണമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ, ശവന്തീനിയായ മധുസൂദനെതിരെ ധൈര്യമുണ്ടോ അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് CPM-ന്റെ മുഴുവൻ രക്തസാക്ഷി ഫണ്ടും ഓഡിറ്റിന് വിധേയമാക്കണം, അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശവന്തീനി മധുസൂദനെതിരായിട്ട് പ്രിയപ്പെട്ടവരെ ഈ നാട്ടിലെ ജനങ്ങൾ സംഘടിക്കണം. അതിശക്തമായ പോരാട്ടത്തിന്റെ തുടക്കമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് ഞങ്ങളെ അക്രമത്തിലൂടെ ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്ന് വിചാരിക്കേണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അധികാര കേന്ദ്രീകരണമാണ്. സമ്പത്ത് എവിടെ വന്നാൽ ആ സമ്പത്തിലേക്ക് കേന്ദ്രീകരിക്കുക. സമ്പത്തിന്റെ കേന്ദ്രീകരണം, അധികാരത്തിന്റെ കേന്ദ്രീകരണം അത് 4-3-7 പേരിൽ മാത്രമാകുക. അതാണ് കമ്മ്യൂണിസം, ലോകം മുഴുവനുമുള്ള കമ്മ്യൂണിസം.
അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചവിട്ടി പറമ്പിലേക്ക് തള്ളിയത്. ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവനുമെന്ന് ലോക ജനത തള്ളി അവരെ ചവിച്ചുകൊട്ടയിലേക്ക് മാറ്റി. അതിന് കാരണം അധികാര കേന്ദ്രീകരണമാണ്, സമ്പത്ത് കേന്ദ്രീകരിക്കുക. ഈ കേരളത്തിലേക്ക് വരുമ്പോ നാട്ടിലെ സമ്പത്ത് മാത്രമല്ല, ശബരിമലയിലെ സമ്പത്ത് മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ സമ്പത്ത് മാത്രമല്ല, നാട്ടുകാരുടെ ട്രഷറിയിലെ നികുതിയുടെ സമ്പത്ത് മാത്രമല്ല, രക്തസാക്ഷിയുടെ സമ്പത്തും അധികാര കേന്ദ്രീകരണത്തിന്റെ പേരിൽ തട്ടിയെടുക്കുന്ന ഒരു ഭരണകൂടമാണ് നിലവിലുള്ളത്. ആ ഭരണകൂടത്തിനെതിരെ, ആ MLA-ക്കെതിരെ, ആ സഖാക്കന്മാർക്കെതിരെ, ഇവിടെ ഈ സഖാക്കന്മാർക്കെതിരായി പോരാടുന്ന, ഈ ശബന്തീരി സഖാക്കന്മാർക്കെതിരായി പോരാടുന്ന ഈ സിപിഎമ്മിന്റെ ഉള്ളിലുള്ള സത്യസന്ധരായ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെയും ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആളുകൾ, അവർക്ക് വേറൊരു ലക്ഷ്യവുമില്ല. അവരെ ഭാരതീയ ജനതാ പാർട്ടി, നിങ്ങൾക്ക് കോൺഗ്രസ് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ CPM നിന്നിട്ട് കാര്യമില്ല. ഇതൊക്കെ കള്ളന്മാരല്ലാത്ത നരേന്ദ്രമോദി നയിക്കുന്ന ഈ പ്രസ്ഥാനം, അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും മധുസൂദനെതിരായ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം അണിനിരക്കണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വന്ദേ ഭാരതം. നമ്മളോട് ഈ മാർച്ചിനെ അഭിവാദ്യം ചെയ്തതിനു വേണ്ടി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ K. രഞ്ജിത്തിനെ സ്വാഗതം ചെയ്തു. യോഗത്തിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ സമരം നാട്ടുകാരനായ ഈ ഗോപാലകൃഷ്ണൻ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ, നേതാക്കളെ, ഇത്തരത്തിലൊരു മാർച്ച് ഇവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ എല്ലാവരും തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഞാനിത് രാവിലെ വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു പാട്ട് കേൾക്കാനിടയായി. ആ പാട്ട് ഇങ്ങനെയാണ്: കൃഷ്ണനെ അറിയാമോ, കുഞ്ഞി കൃഷ്ണനെ അറിയാമോ, സഖാവിനെ അറിയാമോ, നമ്മുടെ കൃഷ്ണനെ അറിയാമോ. ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ ഇന്ന് പാടിക്കൊണ്ടിരിക്കുന്ന പാട്ട്. സത്യത്തിൽ കുഞ്ഞികൃഷ്ണൻ ആരാണെന്ന്, അദ്ദേഹം ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുക. കുഞ്ഞികൃഷ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാം, CPM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. മാത്രമല്ല ഈ പയ്യന്നൂർ ഏരിയ